ചെർപ്പളശ്ശേരിയിലെ ജില്ലാ റൂറൽ ട്രഷറി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 കോടി രൂപ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് വ്യാഴാഴ്ചയാണ് ട്രഷറിയുടെ പ്രവർത്തനം മാറ്റിയത്. മാർച്ച് 4-ന് ധനമന്ത്രി KN ബാലഗോപാലാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അസൗകര്യങ്ങളുടെ നടുവിൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ചെർപ്പളശ്ശേരി ജില്ലാ റൂറൽ ട്രഷറിയാണ് കച്ചേരിക്കുന്നിൽ TB മൈതാനിക്ക് സമീപം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 20 സെന്റ് സ്ഥലത്ത് 2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന് 822 സ്ക്വയർ മീറ്റർ വിസ്തൃതിയാണ് ഉള്ളത്. ഇരുനിലകളിലായി അതിവിശാലമായ സൗകര്യങ്ങളോടെയാണ് ട്രഷറി പ്രവർത്തനം ആരംഭിച്ചത്. മാർച്ച് 4-ന് P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത്. താഴത്തെ നിലയിൽ ഗുണഭോക്താക്കൾക്ക് ഇടപാടുകൾ നടത്താനുള്ള സൗകര്യവും സ്ട്രോങ് റൂം എന്നിവയും, മുകൾ നിലയിൽ അക്കൗണ്ടിംഗ് വിഭാഗം, റെക്കോർഡ് റൂം, കോൺഫറൻസ് ഹാൾ, സെർവർ എന്നിങ്ങനെയുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട്, അഗളി, ശ്രീകൃഷ്ണപുരം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കൂറ്റനാട്, ചെർപ്പളശ്ശേരി സബ് ട്രഷറികളാണ് ഈ ജില്ലാ ട്രഷറിയുടെ കീഴിൽ വരുന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതോടെ ട്രഷറിയുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്ന് ജില്ലാ ട്രഷറി ഓഫീസർ സാജിദ അമ്യാൻ, അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ VM പ്രദീപ് എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ഇന്നാണ് ഈ കൃഷിയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം മാർച്ച് 4-3 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആണ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം ഇന്നാണ് ഇതിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത്. വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രയാസപ്പെട്ട ഒരു ബിൽഡിങ്ങിലായിരുന്നു ഇതുവരെ ട്രഷറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പെൻഷൻകാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഓഫീസിനകത്തേക്ക് വരാനും മറ്റിടപാടുകൾ നടത്താനൊക്കെ. അതെല്ലാം ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ട്രഷറിയുടെ പ്രവർത്തനം മാറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇടപാടുകാർക്കും വളരെയധികം പ്രായത്തിലുള്ള പെൻഷൻകാർക്ക് ഒക്കെ ഒന്ന് വന്നിരിക്കാനും സമാധാനമായിട്ടുള്ള ഒരു ഓഫീസിനകത്ത് കയറി വന്നിരിക്കാനൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന്. ബാക്കിയുള്ളത് എഡിക്കോ പ്രദീപ് സാറ് സന്തോഷമായിട്ട് ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പുതിയ ബിൽഡിംഗ് ഇവിടെ ഒന്നിനു വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് അവസാനം കഴിഞ്ഞ ഒരു വർഷമാണ് ഞങ്ങൾ 2 പേരും ഇവിടെ ജോയിൻ ചെയ്തത്. അവസാനം കൊണ്ട് ഞങ്ങൾക്കും അത് പരമാവധി ഭംഗിയാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 4-നാണ് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ സാർ ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളിലാണ്. അതായത് ഗവൺമെൻറ് ഓർഡർ ആയിട്ടേ മാറാൻ കഴിയും. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ വന്നതൊരു 3 ദിവസം മുമ്പാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ഷിഫ്റ്റിംഗ് ഏകദേശം പൂർത്തിയാക്കി ഇന്ന് രാവിലെ മുതൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. പിന്നെ പഴയത് വാടക കെട്ടിടമാണ്. എല്ലാവർക്കും അറിയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്സ്റ്റെയറിലായിരുന്നു. ഇവർ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടില്ല. റാമ്പുണ്ട്, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റ്, അങ്ങനെ ഒരുവിധ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ മാറിയ ബിൽഡിങ്ങിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തന ശൈലി ഞങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നോക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.